യെസ്, നമ്മളുടെ CBSE ക്ലാസ് 10 ഫിസിക്സിന്റെ ഹാഫ് ഇയർലി എക്സാംസ് ആവാനായില്ലേ. സോ പല കുട്ടികൾക്കും ചിലപ്പോൾ എക്സാംസ് കഴിഞ്ഞിട്ടുണ്ടാകും, പക്ഷെ പല സ്ഥലങ്ങളിലും എക്സാംസ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ബട്ട് വാട്ട് എവർ, നമ്മളുടെ ഈ ഹാഫ് ഇയർലി സിലബസിൽ നമുക്ക് വരുന്നത് ഫിസിക്സിലെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ, രണ്ടാമത്തേത് ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ്. എന്തൊക്കെ ഭാഗങ്ങളാണ് കറക്റ്റായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് മിസ്സാക്കാതെ പഠിച്ചു പോവേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്റർ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഇത് അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഹൈ വെയിറ്റേജ് ആണ് ഈ ചാപ്റ്ററിന് വരുന്നത്. അത്യാവശ്യം നന്നായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് നമ്മളുടെ പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നന്നായിട്ട് ചോദിക്കുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. അപ്പോൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് വരുന്നൊരു ചാപ്റ്ററാണ് എന്ത്, ലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ഒന്ന് നമ്മളുടെ മിറർ ഫോർമുല, അതേപോലെ മാഗ്നിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. മിറർ ഫോർമുല, മാഗ്നിഫിക്കേഷൻ, അതേപോലെ തന്നെയാണ് ലെൻസ് ഫോർമുല, മാഗ്നിഫിക്കേഷൻ ആൻഡ് പവർ ഓഫ് ലെൻസ്. ഈ 3 ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ 2 ഭാഗത്തുനിന്നും മെയിനായിട്ട് എന്ത് ചെയ്യാറുണ്ട്, കമ്പൈൻ ചെയ്തിട്ട് ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. അത്യാവശ്യം നല്ല റിപ്പീറ്റഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള ന്യൂമറിക്കൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷനാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ N=C/V എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഇല്ലേ, ഇത് വെച്ചിട്ടും അത്യാവശ്യം നന്നായിട്ട് എന്ത് ചെയ്യാറുണ്ട്, പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പിന്നെ എന്നുള്ളത് ഇവിടുത്തെ റേ ഡയഗ്രാംസ് ആണ്. റേ ഡയഗ്രാം വരയ്ക്കുന്നത് എന്ത് ചെയ്യണം, പഠിക്കണം. ഈ ന്യൂമറിക്കൽസിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, റേ ഡയഗ്രാംസ് സെപ്പറേറ്റ് വരയ്ക്കുന്നത് ചോദിച്ചേക്കാം. പിന്നെ വരുന്നൊരു സാധനം എന്ന് പറയുന്നത് ഇമേജ് ഫോർമേഷൻ ആണ് കേട്ടോ. ഈ ഇമേജ് ഫോർമേഷൻ എന്ത്, എവിടെ, എങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, MCQs ആയിട്ടാണ് അധികം എന്ത് ചെയ്യാറ്, ക്വസ്റ്റ്യൻസ് വരാറ്. സോ ഈ ഒരു ഭാഗങ്ങളാണ് ആക്ച്വലി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് നിങ്ങൾ മിസ്സാക്കാതെ പഠിച്ചു പോവേണ്ട പാർട്സ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ഐ എന്നുള്ള ചാപ്റ്ററാണ്. ഹ്യൂമൻ ഐ ചാപ്റ്റർ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ തിയറിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ആണ്. അതായത് തിയറി ക്വസ്റ്റ്യൻസ് ആണ് കാര്യമായിട്ട് എന്ത് ചെയ്യാറ്, ഹ്യൂമൻ ഐ ചാപ്റ്റർ എന്ന് ചോദിക്കാറ് കേട്ടോ. തിയറി എന്ന് പറയുന്ന സമയത്ത് മെയിനായിട്ട് ഒന്ന് നമ്മളുടെ ഈ ഐസിൻ്റെ പാർട്ട് കുറച്ച് ലേബൽ ചെയ്യാൻ വേണ്ടി ചില സമയത്ത് ചോദിക്കാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിഫക്റ്റ്. ഈ ഡിഫക്റ്റിൻ്റെ കേസിൽ വെറുതെ ഡിഫക്റ്റ് എന്താണെന്ന് മാത്രം പഠിച്ചാൽ പോരാ, അവിടുത്തെ ഡയഗ്രാംസും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ഡിഫക്റ്റ്, എങ്ങനെ ഇത് കറക്റ്റ് ചെയ്യാമെന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നൊരു പാർട്ട് എന്ന് പറയുന്നത് ഹ്യൂമൻ ഐൻ്റെ അകത്ത് ഡിഫക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡിസ്പേർഷൻ പാർട്ടിലേക്കാണ്. അതായത് ആ ഡിസ്പേർഷൻ്റെ അവിടെ പ്രിസത്തിൻ്റെ ഒക്കെ ഏരിയ, പ്രിസത്തിൽ എന്ത് ചെയ്യാറുണ്ട്, ലേബലിങ് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു പ്രിസത്തിൻ്റെ ഫിഗർ തരും, എന്നിട്ട് ആംഗിൾസ് ഏതാണ്, അതേപോലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക തിയറിയാണ്. ഏത്, നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ പാർട്ടിൽ നിന്നും ഇപ്പോൾ റെയിൻബോ എങ്ങനെ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളുടെ പ്ലാനറ്റ്സ് എന്തുകൊണ്ട് ട്വിങ്കിൾ ചെയ്യുന്നില്ല, സ്കൈ എന്തുകൊണ്ട് ബ്ലൂ കളർ ആവുന്നു, അതേപോലെ അഡ്വാൻസ് സൺറൈസ്, സൺസെറ്റ്, ട്വിങ്കിളിങ് ഓഫ് സ്റ്റാർസ്, അതേപോലെ തന്നെ നമ്മുടെ ലാസ്റ്റിൽ വരുന്നൊരു പാട്ടാണ്, അതായത് ഡേഞ്ചർ സിഗ്നൽസ് ഒക്കെ എന്തുകൊണ്ട് റെഡ് കളറിൽ കൊടുക്കുന്നു. ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു പാട്ടിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ലൈക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, ഒരു 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ആ പാട്ടിൽ നിന്ന് വരാറ്. ഇങ്ങനെ ഏകദേശം നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ തിയറി ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി എന്ത് ചെയ്യാറ്, ഹ്യൂമൻ ഐ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരാറ് കേട്ടോ. ഇതിൽ തന്നെ ഈ ഡിഫക്റ്റിൻ്റെ കേസിൽ നമ്മളുടെ ലൈറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. അതായത് ന്യൂമറിക്കൽസ് വരും. ഇപ്പം മയോപ്പിക് ഐ ആണ്, ഹൈപ്പർ മെട്രോപ്പിക് ഐ ആണ്, അതിൻ്റെ ഡിഫക്റ്റ് വരുന്ന സമയത്ത് ലെൻസ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ ചാപ്റ്ററിൽ നിന്ന് ന്യൂമറിക്കലായിട്ട് ആ ഭാഗത്ത് നിന്നാണ് എന്ത് ചെയ്യുക, ചോദ്യം വരാറ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 2 ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് നിങ്ങൾ മിസ്സാക്കാതെ എക്സാമിന് പഠിച്ചു പോവേണ്ടത്. സോ ഡോണ്ട് മിസ് ദിസ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹാഫ് ഇയർലി എക്സാംസ് അടിച്ച് പൊളിച്ചിട്ട് പോയി പബ്ലിക് എക്സാം നമ്മൾ തകർക്കും. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾസോ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ടഫസ്റ്റ് സബ്ജക്റ്റ് എന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യോടാ, നമുക്കൊന്ന് അറിയാലോ.